ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വെബ് ഡിസൈൻ, എന്താണ് HTML, എന്താണ് CSS, പിന്നെ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് റെസ്പോൺസീവ് ആക്കുക, നമ്മുടെ HTML പേജസിനെ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ റെസ്പോൺസീവ് ആക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് വെബ് ഡിസൈൻ? വെബ് ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു വെബ്സൈറ്റിനെ നമ്മൾ യൂസർ ഇൻട്രാക്റ്റീവ് ആക്കുക, അതേപോലെ തന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ബേസിക്കലി ചെയ്യുക CSS വെച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിനെന്ത് പറയും, UI UX എന്നും പറയാം നമുക്ക്. അപ്പം നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? HTML വേണം. HTML ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ ആ ഒരു വെബ്സൈറ്റിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മൾ സ്കെലറ്റൺ എന്ന് പറയും. ആ ഒരു വെബ്സൈറ്റിന്റെ സ്കെലറ്റൺ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ HTML വെച്ചിട്ടാണ്. അപ്പം എങ്ങനെയാണ് നമുക്കൊരു ബേസിക് HTML പേജ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ ബേസിക് HTML ടാഗ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, HTML CSS Bootstrap. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ CMD കൊടുത്തു, നമ്മളെ ഈ ഒരു ഫോൾഡർ VS കോഡിൽ ഓപ്പൺ ആയി വന്നോളും. ഞാൻ ഓൾറെഡി VS കോഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കോഡ് സ്പേസ് ഡോട്ട് എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഫോൾഡർ നമ്മൾ VS കോഡിൽ ഓപ്പൺ ആയി വന്നോളും. അപ്പോൾ എനിക്ക് എന്താണ് HTML ബേസിക് സ്ട്രക്ചർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഒരു ബേസിക് ഒരു HTML ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഈ example.html എന്നുള്ള പേജ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മൾ HTML പേജ്. .html എന്നുള്ള എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ HTML പേജസ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിതാ HTML പേജ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം എന്ത് കൊടുക്കണം? HTML ടാഗ് കൊടുക്കണം. HTML ടാഗ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇതിനുശേഷം ഹെഡ് ടാഗ് കൊടുക്കണം. ഹെഡ് ടാഗ് കൊടുത്തതിന് ശേഷം ടൈറ്റിൽ ടാഗ് കൊടുക്കണം. ടൈറ്റിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ എന്താണ്? എക്സാമ്പിൾ HTML. ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ക്രോമിൽ ഞാൻ റൺ കൊടുത്തു. ഇപ്പം എന്ത് വന്നു? നമ്മുടെ ടൈറ്റിൽ വന്നുണ്ടോ? example.html എന്നുള്ള ടൈറ്റിൽ വന്നു. ഓക്കെ, ഇനി എനിക്കിവിടെ ഈ ഒരു ബോഡി സെക്ഷൻ അല്ലെങ്കിൽ എനിക്കിവിടെ വെബ്സൈറ്റ് ഇവിടെ കാണണം, താഴത്ത് ഇവിടെ കണ്ടന്റ്സ് കാണണം. അപ്പോൾ ആ ഒരു കേസിൽ എനിക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന ടാഗാണ് ബോഡി ടാഗ്. ബോഡി ടാഗിനുള്ളിലാണ് നമ്മൾ ബാക്കി കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, ബോഡി ടാഗ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ഹലോ വേൾഡ് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഞാനിവിടെ എന്ത് കൊടുത്തു? ഹലോ വേൾഡ് H1 ടാഗ് കൊടുത്തു. നമ്മള് ഹലോ വേൾഡ് ഇവിടെ പ്രിന്റ് ആയി. നമ്മൾ ബേസിക് ആയിട്ടൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം H1 ടാഗിന് നമുക്ക് വീണ്ടും ഒരുപാട് ടാഗ്സ് വരുന്നുണ്ട്. H2 ടാഗ്, H3 ടാഗ്, H4, H5 ഉള്ള ഇത്രയും ടാഗ്സ് 5 ടാഗ്സ് വരുന്നുണ്ട്. അപ്പം ഓരോന്നിനും ഓരോ സൈസ് ആയിരിക്കും ഉണ്ടാവുക. H1 ടാഗ് ആണ് ഏറ്റവും വലിയ ടാഗ്. നമ്മൾ H5 ടാഗ് കൊടുക്കുകയാണെങ്കിൽ പെർട്ടിക്കുലർ സൈസിൽ ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ബേസിക് HTML. അപ്പം നമുക്ക് ഒരുപാട് ടാഗ്സ് വരുന്നുണ്ട് നമ്മൾ HTML. അപ്പം നമുക്ക് ഒരു ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ടേബിൾ ടാഗ് കൊടുക്കണം. ഓക്കെ, ടേബിൾ ടാഗ് കൊടുത്തതിന് ശേഷം എനിക്ക് TR ടാഗ് കൊടുക്കണം. TR ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിന്റെ റോ ആണ് പറയുന്നത്. നമ്മൾ ഓരോ റോ വൈസ് ആണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എനിക്കിപ്പോൾ ഇവിടെ ടേബിൾ TH കൊടുത്തു. TH എന്ന് പറഞ്ഞാൽ ടേബിളിന്റെ ഹെഡിങ്.
ഹെഡിങ് ഇത് ബോൾഡ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യുന്ന രീതിയിലൊരു ടേബിൾ കൊടുത്തു, th ടാഗ് കൊടുത്തു, എന്നിട്ട് സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ഞാൻ പ്ലേസ് കൊടുത്തു, അതേപോലെ തന്നെ ക്ലാസ് എന്നാണ് കൊടുത്തു. എന്തൊരു ഒരു കണ്ടന്റ് എന്തോന്നു നെയിം പ്ലേസ് ക്ലാസ് എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ടേബിൾ ഫോർമാറ്റിൽ ബോർഡർ നമുക്ക് കൊടുക്കാം. ടേബിൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ബോർഡർ. ബോർഡർ 2 എന്തോന്നു ടേബിൾ ക്രിയേറ്റ് ആയി. അപ്പൊ എനിക്ക് ഇതിന്റെ താഴത്ത് വീണ്ടും കണ്ടൻസ് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു tr എന്ന് പറഞ്ഞാൽ ഈ റോ ആണ് പറയുന്നത്. അപ്പൊ നെയിം പ്ലേസ് ക്ലാസ് എന്നുള്ള എന്തോന്നു ഒരു റോ ആണ്. എനിക്ക് എന്താണ് അടുത്ത് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. സ്റ്റുഡന്റിന്റെ പേര് കൊടുത്തു, th കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ എന്താണ് ബോൾഡ് ആയിട്ടായിരിക്കും വരിക. ഞാൻ എന്ത് കൊടുത്തു, td കൊടുത്തു. ഇതൊക്കെ എന്താണ് ടേബിൾ ഡാറ്റ അല്ല. ഹെഡിങ് മാത്രം എനിക്ക് എന്താണ് ഈ ബോൾഡ് ആയിട്ട് മതി. ബാക്കിയുള്ള ഡാറ്റാസ് ഒക്കെ എന്ത് ബോൾഡ് വേണ്ട. ഞാൻ എല്ലാത്തിനും കൺവേർട്ട് ചെയ്തിട്ട് tdയിലേക്ക് മാറ്റാണ്. അപ്പം th എന്ന് പറയുന്ന ടേബിൾ ഹെഡിങ്ങും td എന്ന് പറയുന്ന ടേബിൾ ഡാറ്റയും. ഇതാണ് ബേസിക് HTML ടേബിൾ ടാഗ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇപ്പം നമുക്കിപ്പം എന്തെങ്കിലും യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ ടാഗ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം നമ്മൾ കണ്ടല്ലോ ഈ ഒരു സെഷൻ, ഈ ഒരു ടേബിൾ നമുക്ക് ഡിസൈൻ ഒന്നുമില്ല, ലെഫ്റ്റിലാണ് അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഹലോ വേൾഡ് ഞാൻ പറഞ്ഞു HTML വെച്ചിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ വെബ്സൈറ്റിന്റെ സ്ട്രക്ചർ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിവിടെ ഈ ഒരു ടേബിളിനെ കുറച്ചും കൂടി ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഒരു അട്രാക്റ്റീവ് ഫോണ്ട് കളർ മാറ്റുക, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് CSS യൂസ് ചെയ്യണം. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഞാൻ CSS അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്ക് CSS എന്ന് പറയുന്നത് 3 ടൈപ്സിൽ CSS വരുന്നുണ്ട്. ഇൻലൈൻ, ഇന്റേണൽ, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇൻലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇപ്പം ഞാൻ എന്താ ഈ H5ന്റെ സ്റ്റൈൽ കൊടുത്തിട്ട് ഇതിന്റെ കളർ മാറ്റാം. സ്റ്റൈൽ പ്രോപ്പർട്ടി കൊടുത്തു, എന്നിട്ട് കളർ കൊടുത്തു, എന്നിട്ട് ഞാനൊരു ബ്രൗൺ കളർ കൊടുത്തു. ഹലോ എന്തായി, കളർ എന്തായി, ബ്രൗൺ ആയി. H5 എന്നുള്ള H1 ആക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് കൊടുത്തു, ഇതാണ് ഇൻലൈൻ സ്റ്റൈൽ. അവിടെ കമന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വെർട്ടിക്കൽ ലൈനിൽ കൊടുക്കുന്നതാണ് ഇൻലൈൻ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് ഇന്റേണൽ സ്റ്റൈലിംഗ് ഉണ്ട്. ഇന്റേണൽ സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ ടാഗിന്റെ ഉള്ളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റൈലിംഗ് ആണ് ഇന്റേണൽ സ്റ്റൈലിംഗ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്കൊരു ബോഡി ടാഗ് ഉണ്ടല്ലോ. അപ്പൊ ഈ ബോഡി ടാഗിന്റെ കളർ മാറ്റണം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. ഞാൻ ബോഡി ടാഗിനെ വിളിച്ചു. ബോഡി ടാഗ് ഇതാണ് എലമെന്റ് സെലക്ടർ എന്ന് പറയും. അപ്പൊ നമുക്ക് CSS ൽ സെലക്ടേഴ്സ് വരുന്നുണ്ട്.
എന്താണ് ID സെലക്ടർ, ക്ലാസ് സെലക്ടർ, യൂണിവേഴ്സൽ സെലക്ടർ, അതേപോലെ തന്നെ എലമെന്റ് സെലക്ടർ. ഇപ്പൊ എലമെന്റ് എന്ന് പറയുന്നത് ഞാനിതാ ഈ ബോഡിനെയാണ് വിളിച്ചത്. ഞാൻ എന്ത് ചെയ്തു, ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി എന്ത് കൊടുത്തു, ഒരു കളർ കൊടുത്തു. എന്തായി, ബാക്ക്ഗ്രൗണ്ട് കളർ മാറി. അപ്പൊ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നതിനാണ് എന്താ പറയാ, ഇന്റേണൽ സ്റ്റൈലിംഗ്. ഞാൻ പറഞ്ഞു ഐ ഡി സെലക്ടർ പറഞ്ഞു, ക്ലാസ് സെലക്ടർ പറഞ്ഞു. അപ്പം എനിക്കിപ്പോൾ ഈ ടേബിളിനെ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഓക്കെ ഞാൻ ഈ ടേബിളിന് ID കൊടുത്തു. ID കൊടുത്ത് ടേബിൾ എന്ന പേര് കൊടുത്തു. ഇവിടെ ഞാൻ ആഷ് ആണ് വിളിച്ചിട്ടുള്ളത്. ആഷ് ആണ് നമ്മൾ ID കൊടുക്കുകയാണെങ്കിൽ ആഷ് വെച്ചിട്ടാണ് നമുക്ക് വിളിക്കാനുണ്ടാവുക. ഓക്കെ, ഈ ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം. ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി ഞാനൊരു എന്തായി, ആ ടേബിളിനെ വിളിച്ചു, ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ ടേബിളിന്റെ ടേബിളിലെ വിഡ്ത്ത് ഞാൻ കൺവേർട്ട് ചെയ്തു. വിഡ്ത്ത് പ്രോപ്പർട്ടി വിളിച്ചിട്ട് ഞാൻ എന്ത് കൊടുത്തു, 100px കൊടുത്തപ്പോൾ 500px കൊടുത്തപ്പോൾ ആ ഒരു വിഡ്ത്ത് പ്രോപ്പർട്ടീസ് മാറി, ടേബിളിന്റെ ലെങ്ത് മാറി. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് CSS അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ബൂട്ട്സ്ട്രാപ്പ് നമ്മൾ പറഞ്ഞു, ബൂട്ട്സ്ട്രാപ്പ് ഉണ്ട്. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ HTML CSS ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തില്ലേ, ഇതേപോലെ തന്നെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. അത് നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇതാണ് ബേസിക് HTML CSS എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് രീതിയിലുള്ള സ്റ്റൈലിംഗ് പഠിച്ചു, ഇൻലൈനും ഇന്റേണലും പഠിച്ചു. അതേപോലെ തന്നെ HTML-ലുള്ള ബേസിക് ടേബിൾ ടാഗ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫോം ടാഗ്സ്, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മളൊരു രജിസ്ട്രേഷൻ പേജ് ക്രിയേറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് സെലക്ട് ടാഗ്സ് ഒക്കെ നോക്കാം. അപ്പൊ ഞാൻ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ registration.html എന്നുള്ള പേജ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ HTML കൊടുക്കണം, HTML ടാഗ് കൊടുക്കണം. അതിനുശേഷം ഹെഡ് ടാഗ് കൊടുക്കുക. അതിനുശേഷം ടൈറ്റിൽ ടാഗ് കൊടുക്കുക. ടൈറ്റിൽ ടാഗിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുക, രജിസ്ട്രേഷൻ അല്ലെ, രജിസ്ട്രേഷൻ ഉള്ള പേജ് കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് എന്താണ്, ബോഡി ടാഗ് കൊടുക്കും. ബോഡി ടാഗിനുള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കാൻ പോകുന്നത്, നമ്മുടെ രജിസ്ട്രേഷന്റെ പേജ് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു H1 ടാഗ് കൊടുത്തു, രജിസ്ട്രേഷൻ കൊടുത്തു. അല്ലേ, നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ സ്റ്റാർട്ടിങ് കൊടുത്തു. നമ്മളെ രജിസ്ട്രേഷൻ പേര് അവിടെ വന്നു. ഇനി നമുക്ക് എന്ത് വേണം, രജിസ്ട്രേഷൻ ഫോം ടാഗ് വേണം. അപ്പൊ നമ്മൾ ഏതൊരു രജിസ്ട്രേഷൻ പേജോ ലോഗിൻ പേജോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ
വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് എൻഡിലേക്ക് പാസ് ചെയ്യാനുള്ള പേജസ് കൊടുക്കുമ്പോൾ ഫോം ടാഗ് ഇവിടെ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഫോം ടാഗിൽ നമുക്ക് ആക്ഷൻ ആട്രിബ്യൂട്ട് ഉണ്ട്, ആക്ഷൻ കൊടുത്തു വെക്കാം. അതേപോലെ തന്നെ മെത്തേഡും. മെത്തേഡ് എന്താണ്, നമുക്ക് മെത്തേഡ് പോസ്റ്റ് മെത്തേഡ് ആണ് നമുക്ക് കൂടുതലും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ചെയ്യാനുണ്ടാവുക. നമുക്ക് വാല്യൂസ് ബാക്ക് എൻഡിലേക്ക് കൊടുക്കാനല്ല ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് പോസ്റ്റ് കൊടുക്കാം. അതിന് ശേഷം നമ്മളെ രജിസ്ട്രേഷൻ പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ബേസിക് ആയിട്ട് നെയിം, അതേപോലെ തന്നെ ജെൻഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പം ഞാനിവിടെ ഫോം ടാഗിനുള്ളിൽ നമ്മൾ എന്ത് കൊടുക്കണം, നമുക്ക് ഇൻപുട്ട് ടാഗ് കൊടുക്കണം. അപ്പോൾ നമുക്ക് നെയിം അടിക്കണമല്ലോ, നെയിം കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ എന്ത് കൊടുത്തു, ലേബിൾ ടാഗ് കൊടുത്തു. ലേബിൾ ടാഗ് 4 കൊടുത്തു. ഇൻപുട്ട് ടാഗിൽ ടൈപ്പ് കൊടുത്തു, ടൈപ്പ് ടെക്സ്റ്റ്. അപ്പം നമ്മൾ നെയിം എന്ന് പറയുന്നത് എന്താണ്, ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് കൊടുത്തു. നെയിം എന്നുള്ള ആട്രിബ്യൂട്ട് നെയിം നമ്മൾ കൊടുക്കുന്ന നെയിം തന്നെ കൊടുത്താൽ മതി. ഈക്വൽ ടു എന്ത് വന്നു, നമ്മുടെ നെയിമും അതേപോലെ തന്നെ എന്ത് വന്നു, ഇൻപുട്ട് ടാഗ് വന്നു. നമുക്കിവിടെ വേണമെങ്കിൽ പ്ലേസ് ഹോൾഡർ കൊടുക്കാം. പ്ലേസ് ഹോൾഡർ കൊടുത്തിട്ട് ഒരു മെസ്സേജ് കൊടുക്കാം, എൻ്റെ യുവർ നെയിം. നമുക്കെന്ത് വരും, ഇവിടെ ഒരു ഹിൻഡ് ടെക്സ്റ്റ് പോലെ വരും. അതേപോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം, നെക്സ്റ്റ് ലേബൽ കൊടുക്കാം. ലേബൽ ടാഗ് നമ്മൾ മെയിൻലി ഫോം ടാഗിനുള്ളിലാണ് നമ്മൾ കൊടുക്കുക. നമുക്ക് ഈ ഒരു ഇൻപുട്ട് ടാഗിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്താണ് നമ്മളെ വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേബൽ ടാഗ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്ത ലേബലിൽ നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം. നമ്പർ ഓക്കെ. എന്നിട്ട് ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ നമ്പർ കൊടുക്കാം. നമ്പർ കൊടുത്ത് നെയിം എന്ത് കൊടുത്തു, ഫോൺ ID, ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ലൈനിലാണ് വന്നിട്ടുള്ളത്, നമുക്ക് റെഡി ആക്കാം. നമുക്ക് ഈ ഒരു കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ബ്രേക്ക് ടാഗ്. ബ്രേക്ക് ടാഗ് എന്ന് പറഞ്ഞാൽ ലൈൻ ബ്രേക്ക് ആണ്. ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് വരുന്നതിന് നമുക്ക് ബ്രേക്ക് ടാഗ് കൊടുത്തിട്ട് അതിനെ പെർട്ടിക്കുലർ ആയിട്ട് ആ ലൈൻ ബ്രേക്ക് ചെയ്യാൻ പറ്റും. 2 ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ലൈൻ ബ്രേക്ക് ആയിട്ട് സ്പേസ് കിട്ടി. ഓക്കെ, പ്ലേസ് ആയി. ഇനി നമുക്ക് അടുത്ത ടാഗ്, ഇൻപുട്ട് ടാഗിൽ നമ്മളിപ്പോൾ നെയിമും ഫോൺ നമ്പറും കൊടുത്തു. ഫോൺ നമ്പർ നമ്മൾ എന്താണ് ഇവിടെ ടൈപ്പ് നമ്പറാണ് കൊടുത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്പേഴ്സ് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ വാല്യൂസ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് കയറത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നതാണ് ഈ ഒരു ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് വരുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് എന്ത് കൊടുക്കാം, റേഡിയോ ബട്ടൺസ് കൊടുക്കാം. അപ്പം നമ്മൾ എന്ത് കൊടുക്കുക, ഇൻപുട്ട് ടാഗ് കൊടുത്തു. വീണ്ടും ടൈപ്പ് എന്താണ്, റേഡിയോ. റേഡിയോ നെയിം എന്ത് കൊടുക്കുക, ജെൻഡർ ID,
വാല്യൂ ആട്രിബ്യൂട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യല്ലേ, നമ്മൾ ടൈപ്പ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണോ വാല്യൂ ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വാല്യൂ ഇത് നിർബന്ധമാണ് ജെൻഡറിന്റെ കേസിൽ. ഇപ്പം 2 ബട്ടൺ ഇവിടെ വരുന്നതായിരിക്കും. നമുക്ക് എന്ത് വേണം, ഇവിടെ പുറമെ നമുക്ക് കാണണം നമ്മളിത് എന്താണ് ടൈപ്പ് എന്ന്, അല്ലെങ്കിൽ മെയിലാണോ ഫീമെയിലാണോ. ലേബൽ കൊടുത്ത് നോക്കാം. മെയിൽ ഫീമെയിൽ നമ്മളിവിടെ കൊടുത്തു. നമ്മളിവിടെ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് കൊടുത്തു. റേഡിയോ. അപ്പം നമ്മൾ ഇൻപുട്ട് ടാഗിൽ ടൈപ്പ് നെയിം നോക്കി, നമ്പർ നോക്കി, അതേപോലെ തന്നെ റേഡിയോ നോക്കി. ഇനി നമുക്ക് എന്താ കൊടുക്കുക, സെലക്ട് ടാഗ്സ് കൊടുക്കാം. അപ്പം നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് എന്താണെന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കണം നമുക്ക്. ഇവിടെ സെലക്ട് ടാഗ് ആണ് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം. സെലക്ട് ടാഗിൽ ഓപ്ഷൻ ടാഗ് ഉണ്ട്. ഓപ്ഷൻ ടാഗിനുള്ളിൽ നമുക്ക് എന്തൊക്കെ വാല്യൂസ് ആണ് വേണ്ടത്. അപ്പൊ ഞാനിപ്പോൾ SSLC ഇവിടെ സെലക്ട് ടൈപ്പിലാണ് നമ്മൾ നെയിം കൊടുക്കുക. ഇതെന്താണ്, ക്വാളിഫിക്കേഷൻ. ഇവിടെ എന്ത് കൊടുക്കണം, ഓപ്ഷൻ ടാഗിനുള്ളിൽ വാല്യൂ കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. എന്തൊന്നു ഡ്രോപ്പ് ഡൗൺ വന്നു. ഇനി നമുക്കിവിടെ ലേബൽ ടാഗ് കൊടുത്തിട്ട് ടാഗ് കൊടുത്തിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്. നമുക്ക് ഒന്നുകിൽ ബട്ടൺ ടാഗിൽ കൊടുക്കാം, എന്നിട്ട് ഇവിടെ ടൈപ്പ് സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഈ ബട്ടന്റെ പേര് എന്താണോ അല്ലെങ്കിൽ എന്താണോ ബട്ടന് കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺ വരുന്നതായിരിക്കും. നമുക്കിവിടെ ബ്രേക്ക് ടാഗ് കൊടുത്തതിന് ശേഷം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു പേജ് രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇതിനാണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം, മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എടുത്ത് സെന്ററിലേക്ക് അലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, രജിസ്ട്രേഷൻ പേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഒന്നും വർക്ക് ആവുന്നില്ല. അപ്പൊ നമുക്കിവിടെ ഫോം, ഞാൻ പറഞ്ഞ ഫോം ആക്ഷനിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് പോസ്റ്റ് മെത്തേഡിന്റെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് പേജിലേക്കാണ് റൗട്ട് പോകേണ്ടത് എന്നുള്ള രീതിയിലുള്ള റൗട്ടും നമുക്ക് ഈ ഒരു ഇത് കൊടുക്കണ്ടോ. നമ്മൾ ഹലോ വേൾഡ് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പേജിലേക്ക് നമ്മൾ റൗട്ട് ചെയ്ത് പോയി. ഇവിടെ നമുക്ക് വാലിഡേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഞാനിപ്പോൾ അതായത് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഇവിടെ വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിലും രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വാല്യൂസ് നള്ളായിട്ട് കിടക്കാതെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ വാലിഡേഷൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫോം ടാഗിനുള്ളിൽ
എന്താണ് റിക്വയർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ ഇൻപുട്ട് ടാഗ് ആ ടാഗിനുള്ളിൽ തന്നെ കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്തു, റിക്വയർഡ് കൊടുത്തു. റിക്വയർഡ് കൊടുത്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബട്ടൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ടാഗിൽ ടൈപ്പ് സബ്മിറ്റ് ഉണ്ട്. ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് ഇതിൽ കൊടുത്താൽ മാത്രമേ എന്തോ നമുക്ക് വാലിഡേഷൻസ് വർക്കാവുള്ളൂ. വാല്യൂ ഞാൻ എന്ത് കൊടുത്തു, രജിസ്റ്റർ. വാല്യൂ എന്താണ് കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ ബട്ടന്റെ പേരായിട്ട് വരിക. നമ്മൾ സബ്മിറ്റ് ചെയ്തു, രജിസ്റ്റർ, എന്തായി, വാലിഡേഷൻസ് ഇവിടെ വർക്കായി. ഓക്കെ, ഇനി നമുക്ക് ഈ രജിസ്ട്രേഷൻ പേജിന് CSS വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. നമ്മളെ ഇന്റേണൽ ഓർ ഇൻലൈൻ വെച്ചിട്ട് നമുക്ക് ഡിസൈൻസ് ചെയ്യാം.